എഡ്മണ്ടനിലേക്ക് ഒരു യാത്ര എന്തിനാന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. എന്നാൽ ആദ്യം തന്നെ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് മാത്രം ഒന്ന് വാഷ് ചെയ്യാനാണ് ഈ പോകുന്നത്. നേരത്തെ നമ്മുടെ മനസ്സിൽ ഈ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര പൊടിയടിച്ചിരിക്കുന്ന കാരണം കാർ വാഷ് ചെയ്തിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പം നമ്മൾ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇതിവിടെ ഫോർട്ട് മാക്കിൽ തന്നെ സിറ്റി സെൻറ്റർ ഓട്ടോ വാഷിലാണ് കേട്ടോ നമ്മൾ വന്നത്. ആദ്യമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇത് ഫ്രീ ആയിരുന്നു കേട്ടോ ഈ കാർ വാഷ്. ഇതിനകത്ത് ഗെറ്റ് ഫ്രീ $22 സൂപ്പർ ഡൂപ്പർ വാഷ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വന്നതാണ്. നൈനുവിന് കാർ വാഷ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. UAE പോലെ ഇങ്ങനെയാണ് അവൾ എക്സൈറ്റഡ് ആവും. We are again at Tim Hortons to buy something. അല്ലേ നേഹ? അല്ലേ നൈനു? You okay? Not Neha. You know what? I guess I'm 21. Oh, Where's my phone, bro? no phone, bro. ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടിം ഹോട്ടൻസിലാണ് പോയത്. അവിടെയാണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. അത് കാരണം നമ്മൾ പോകുന്ന വഴിയിലുള്ള ടിം ഹോട്ടൻസിലാണ് വന്നത്. ഞങ്ങൾ എഗ് റാപ്പ് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് അത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉള്ളൂ പോലും. അത് കാരണം എന്തോ ഒരു റാപ്പ് അടിച്ച് കയറ്റമാണ്. പുറത്തുള്ള സീനറി ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം മിക്ക വീഡിയോസിലും ഞാനത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ബോറടിക്കും. അങ്ങനെ ഞങ്ങൾ എഡ്മണ്ടൻ എത്തി ഗൈസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആൻസി. ഞങ്ങൾ ദുബായ് മുതലുള്ള പരിചയമാണ് കേട്ടോ. പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് മാത്രം, അതും കാനഡയിൽ വെച്ച്. കുറേ നാളായിട്ട് അവൾ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ സൗകര്യം കിട്ടിയത് കേട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ആൻസിയുടെ ഹസ്ബൻഡ് ഡേവിഡ്. ദുബായ് മുതൽ നമ്മൾ സംസാരിക്കുമെങ്കിലും പക്ഷേ കാനഡയിൽ വന്നിട്ടാണ് നമുക്ക് മീറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. അങ്ങനെ ആദ്യത്തെ കെട്ടിപ്പിടിക്കലും സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവൾ നമ്മളകത്തേക്ക് കൊണ്ടുപോയി. ഇത് ഇവരുടെ ഓൺ ഹൗസാണ് കേട്ടോ. ഇപ്പം മാർച്ചിലായിട്ട് അവർ മാറിയതേ ഉള്ളൂ. ഇവർ നേരത്തെ ന്യൂ ബ്രൗൺസ്വിക്കിലായിരുന്നു കേട്ടോ. ആൻസി രജിസ്റ്റേർഡ് നഴ്സും ഡേവിഡ് CIBC ബാങ്കിലുമാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ നമുക്ക് മീറ്റ് ചെയ്യാം. ഇതാണ് നോയൽ. ഓക്കെ, ഷോ യുവർ ഫേസ് നോക്കട്ടെ. ഹായ് മോളു. ഹായ് ജുവൽ. Mama, when are you going to give it? You can give it. ആൻസിയും ഡേവിഡും കൂടെ നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, മയോണൈസ് ഉണ്ടായിരുന്നു, കൊറിയാൻഡർ ആൻഡ് മിൻറ്റ് ചട്നി, പനീർ ഫ്രൈ, ബീഫ് ഫ്രൈ, പിന്നെ നാൻ. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിലും വലിയ സ്റ്റാർട്ടിങ് ട്രബിളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഡെയിലി മിക്കവാറും ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. വീണ്ടും വീഡിയോയിൽ ഹായും ബായും ഒക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം ഇരുന്നു. പിന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് സംസാരിക്കാൻ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡേവിഡും രജുവും കൂടെ നല്ല സംസാരമായിരുന്നു. അപ്പോൾ ഞാനും ആൻസിയും കൂടെ സൈഡിൽ ഇവിടെ ഇരുന്ന് നാളെ എന്തൊക്കെ റീൽ എടുക്കാം, എന്തൊക്കെ ഡാൻസ് എടുക്കാം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംസാരമായിരുന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് 3 മണി വരെ ഞാനും ആൻസിയും കൂടെ സംസാരമായിരുന്നു കേട്ടോ. ഇത്രയും ലേറ്റ് ആയത് കാരണം എല്ലാവരും ലേറ്റായിട്ടാണ് എണീറ്റത്. രജു അപ്പോഴും ഉറക്കമായിരുന്നു. എന്നാൽ നമുക്ക് താഴോട്ട് പോയി നോക്കാം അവരെന്താ ചെയ്യുന്നതെന്ന്. താഴോട്ട് വന്ന് നോക്കിയപ്പം ആൻസി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അവർ ലേറ്റായിട്ട് ഉറങ്ങിയെങ്കിലും അവർ എക്സൈറ്റ്മെൻറ്റ് കാരണം കളിക്കണമെന്നുള്ളത് കാരണം അവർ നേരത്തെ എഴുന്നേറ്റ് കളിച്ചു, ഫുഡ് കഴിക്കുന്നു. ആൻസിയുടെ മമ്മിയോട് സംസാരിക്കുകയായിരുന്നു. ആണോ? ആൻസിയുടെ മമ്മി നമ്മളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴേക്കും ഡേവിഡും വന്നു. ഡേവിഡും ആൻസിയും കൂടെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കിയത്. ആരെങ്കിലും നമുക്ക് ദോശ ചുട്ട് തരുമ്പം അതിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ. നമ്മൾ തന്നെ ചുട്ടുണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും അധികം ടേസ്റ്റ് വരാറില്ല. അപ്പോൾ ആൻസിയുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആൻസി ദോശ ചുട്ട് തന്നു കേട്ടോ, നല്ല ചൂടോടുകൂടി. പിള്ളേർ ആ സമയം കൊണ്ട് ഭയങ്കര കളിയും ചിരിയുമായിട്ട് നടക്കുമായിരുന്നേ. രജു എഴുന്നേറ്റ് പറയാൻ ഇനിയും ലേറ്റാവുമെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ദോശ കഴിച്ചു. എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളതാണല്ലോ. ആൻസി ഉണ്ടാക്കിയ ദോശയും സാമ്പാറും അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആൻസി കഴിക്കാനായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മേളിലോട്ട് പോയി കേട്ടോ. മേളിലായിരുന്നു റൂം. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് മറ്റൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്നതാണ്, ഈ റൂമിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ രജു എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് ആ കിടന്ന അതേ കിടപ്പ് തന്നെയാണ് ഇപ്പോഴും കിടന്നുറങ്ങുന്നത്. ഫൈനലി രാജാവ് എണീറ്റിരിക്കുകയാണ്. താഴെ വന്ന ഉടനെ തന്നെ വാചകടി തുടങ്ങിയായിരുന്നു. ഇന്നലെ കിടന്നതും ഉറങ്ങിയതും ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു.
ഇതിനിടയ്ക്ക് ഞാനും റിജും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സും പിന്നെ കേക്കും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൂടെ ഉണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ആൻസിയുടെയും ഡേവിഡിൻ്റെയും ആനിവേഴ്സറി ആണ് 15th. അപ്പോൾ അത് പ്രമാണിച്ചാണ് നമ്മളിത് വാങ്ങിയിട്ട് വന്നത്. അതവർക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ടാണ് വാങ്ങിയത് കേട്ടോ, പറഞ്ഞിട്ടൊന്നുമല്ല വന്നത്. ആൻസിയോട് ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കും, നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് അവൾ ആ മെസ്സേജ് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഡോറ് തുറന്നപ്പം ആൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ആനിവേഴ്സറി. Thank you so much. ഡേവിഡ് എവിടെ? കേക്ക് മേടിച്ചോണ്ട് വന്നേക്കുന്നത് ഇതിനാണ് പോയത് പള്ളി. ഇതിനാ അവര് പോയത്. ഞാൻ തന്നു, ഞാനത് വീഡിയോ എടുത്തു. പിന്നെ പോന്ന് പറഞ്ഞിട്ട് ഇതെന്തായാലും അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. അത് കണ്ട് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു. ഇത് കണ്ടോ, ആൻസിയുടെ സന്തോഷത്തിലുള്ള ഡാൻസ് കളിയാണ് കേട്ടോ ഇത്. ഇന്നിവിടെ സദ്യയാണ് കേട്ടോ, നമ്മൾ വരുന്ന പ്രമാണിച്ചിട്ട് അങ്ങനെയൊക്കെ അവർ പ്ലാൻ ചെയ്തതാണ്. പിന്നെ കൂട്ടത്തിൽ ആനിവേഴ്സറിയും. ഇവിടെ വീട്ടിൽ ചോറും പപ്പടവും മാത്രമാണ് കേട്ടോ വച്ചത്. ബാക്കി എല്ലാ കറികളും ഒരു വീട്ടിലൊരു അമ്മ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. എല്ലാം കംപ്ലീറ്റ്ലി ഹോം മെയ്ഡാണേ. ഫ്രിഡ്ജിലെടുത്ത് വെക്കട്ടെ എന്നാ. ജുവൽ കുട്ടിയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ ചമ്മി വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിർബന്ധിച്ച് പോയി നൈനു ചേച്ചീൻ്റെ അടുത്ത് പോയി ഇരുത്തിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നോയൽ വരുന്നുണ്ട്. അവനും അവരുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ സദ്യ വിളമ്പാൻ തുടങ്ങി. നമ്മൾ ആക്ച്വലി സദ്യ ഇപ്രാവശ്യം വെച്ച എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ പ്ലാനിങ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ സദ്യ മാത്രം ഉണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓണത്തിൻ്റെ ഡ്രസ്സോ അങ്ങനെയുള്ള ഇടാനുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു കേട്ടോ ആ സമയം. അതുകൊണ്ട് നമ്മൾ ചുരിദാറിലൊക്കെ അങ്ങ് ഇട്ടങ്ങ് ഒതുക്കി. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓണം എന്തായാലും കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഇതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡബിൾ മൈൻഡഡായിട്ട് നിന്നത് കേട്ടോ. ആൻസി അച്ചാർ വിളമ്പാൻ മറന്നുപോയി, അത് കാരണം അവൾ അത് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഓൾ സെറ്റ് ടു ഈറ്റ് എന്ന നിലയിലായി. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണാമല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. ഇനി കഴിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. റെജിക്കുണ്ടാണെങ്കിൽ പായസം നല്ലോണം അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പായസം പറയാതിരിക്കാൻ സൂപ്പറായിരുന്നു. തളർന്നു. എത്ര പായസം കുടിച്ചെന്നറിയോ? നീ കാലറീസ് ഒക്കെ ചെയ്യണം, നശിപ്പണി എത്ര മാത്രമേ വർക്കൗട്ട് ചെയ്യണം നശിപ്പിക്കാൻ. പിന്നെ ഉറക്കത്തിന് സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിജു നല്ല ടയേർഡായി. അങ്ങനെ പിള്ളേരെ റിജുവിൻ്റെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ കോസ്കോയിൽ പോകാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഡേവിഡാണ് കൊണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പം തിരിച്ച് ഡേവിഡ് ഒന്ന് വിളിച്ചാൽ മതിയല്ലോ. ആൻസി ഡ്രൈവ് ചെയ്യും, പക്ഷേ ഡേവിഡാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോസ്കോയിൽ പോകുന്നത് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫോർട്ട് മാക്കിലാണെങ്കിൽ കോസ്കോ ഇല്ല, അത് കാരണം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ വലിയ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹവും പിന്നെ എന്തെങ്കിലും നുള്ളിപ്പറക്കി എടുക്കണം, അത്രേ ഉള്ളുമായിരുന്നു ആഗ്രഹം. ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഞാനൊരു നൈറ്റ് സൂട്ട് മാത്രമാണ് കേട്ടോ വാങ്ങിയത്. മെയിനായിട്ട് ഇവിടെ വന്നത് ഒമേഗ 3 വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നത്. കൂട്ടത്തിലൊരു നൈറ്റ് സൂട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം ഭയങ്കര വിലയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിവിടെ വരുന്നത്. എനിക്കിതിനെക്കുറിച്ച് നല്ല അറിവൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ വലിയ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ കറക്കൊന്നും കറങ്ങില്ല കേട്ടോ. അങ്ങനെ കോസ്കോയിൽ നിന്ന് നമ്മൾ ഡേവിഡ് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. എപ്പോഴെങ്കിലും എഡ്മണ്ടനോ കാൽഗറിയിലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇന്ത്യൻ സ്റ്റോർ വിസിറ്റ് ചെയ്യാതെ പോകാറില്ല, കാരണം എല്ലാ സാധനങ്ങളും നമ്മുടെ ഫോർട്ട് മാക്കിൽ കിട്ടാറില്ല. നൈനൂനാണെങ്കിൽ ബൂസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാൽഗറി പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയ സമയത്ത് ബൂസ്റ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നൈനു ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ആ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബൂസ്റ്റും വാങ്ങി. ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാനില്ലായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലുതായിട്ട് ഉള്ള ഷോപ്പിംഗ് ഒന്നുമില്ല. ജസ്റ്റ് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങി. എന്താണെന്നറിയില്ല, കാറിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു നല്ല ക്ഷീണം. കാരണം സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്റ്റ് എടുക്കേണ്ടത് ഒരു മസ്റ്റ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിനകത്ത് കയറിയിരുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു.
നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടേ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് ഇറങ്ങിയായിരുന്നു. മുട്ട റോസ്റ്റാണ് ആൻസി ഉണ്ടാക്കിയത്. പിന്നെ പൊറോട്ട അവർ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഈ സമയത്ത് ഞങ്ങൾ സംസാരിച്ച അത്രയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ചാണ് കേട്ടോ. നാട്ടിൽ ഷിഫ്ലയും ഷംല എന്ന് പറയുന്നത് എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ കൊല്ലവും നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബർത്ത്ഡേ മറക്കാതെ വിഷ് ചെയ്യും കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 8 എന്ന് പറയുന്നത് ഷിഫ്ലയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി, എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ ഷിഫ്ലയുടെ മെസ്സേജ് രാവിലെ ഉണ്ടായിരുന്നു, ഞാൻ ബർത്ത്ഡേ മറന്നുപോയ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ആ കാര്യമാണ് ഞാൻ ആൻസിയോട് ഈ സമയം സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും സോറി ഷിഫ്ല, ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. എന്നോട് ക്ഷമിക്കൂ. എന്നാലും ഷംലയ്ക്ക് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നു. അങ്ങനെ മുട്ട റോസ്റ്റ് ബൈ ആൻസി വാസ് റെഡി ബൈ ദെൻ. അപ്പം ഡേവിഡ് ആണെങ്കിൽ പൊറോട്ട വന്നിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യായിരുന്നു. നമ്മൾ എന്നിട്ട് കഴിക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. അപ്പോൾ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് ഉറങ്ങിയത്. കാരണം തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ 3 മണി വരെ, വെളുപ്പിന് 3 മണി വരെ സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇന്ന് നേരത്തെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയായിരുന്നു. രജു നേരത്തെ എണീറ്റായിരുന്നു. ഇന്നലെ ഞാനായിരുന്നു നേരത്തെ എണീറ്റ്, ഇന്നെന്തോ രജു നേരത്തെ എണീറ്റായിരുന്നു. പോകണം എന്നുള്ളതുകൊണ്ടായിരിക്കും തിരിച്ച്. താഴോട്ട് ഇറങ്ങി ചെന്നപ്പം ഞാൻ കാണുന്നത് എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്നു. രജു ആണെങ്കിൽ അവിടെ സോഫയിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നു. പിള്ളേർ എന്തൊക്കെ കഴിക്കുന്നു. ഞാൻ വന്ന് നോക്കിയപ്പം ഡേവിഡും ആൻസിയും കൂടെ പൂരി ചുടുവാണ് കേട്ടോ. ഈ പൂരി ഉണ്ടല്ലോ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. പൂരിയും ബാജിയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കണ്ടിന്യൂ ടു മേക്ക് പൂരീസ്. ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോയപ്പോഴത്തേക്കും പിള്ളേർ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നോയൽ അപ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവന്ന ലെഗോ ബ്ലോക്സിനെ അവൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഒരു JCB അത് അവൻ കാണിച്ചു തന്നതാണ്. ജുവലും നൈനും കൂടെ എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോയി കളിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയോട് കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. കണ്ടാൽ അറിയാം. കഴിക്കുക, അണിച്ചു പോവുക, കളിക്കുക. അതിന് എത്ര സ്ഥലം ഉണ്ടെങ്കിലും രജുക്കുട്ടനടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു ഹോബി. അപ്പോഴേക്ക് ആൻസി വിളിച്ചു പൂരി റെഡി ആയെന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ആൻസിയോടും ഡേവിഡിനോടും നമ്മൾ കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ലായിരുന്നു. അവർക്ക് പൂരി നമുക്ക് ചൂടോടെ ചുട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ഇരുന്നത്. അവർ ഒരേ ബിസി ആയിരുന്നു. സൈഡിൽ പൂരി ഉണ്ടാക്കുക, ഞങ്ങൾക്ക് ചുട്ട് തരിക. അത് കഴിഞ്ഞ് അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡ്സ് കളിച്ചു കേട്ടോ. ഡോങ്കിയാണ് കേട്ടോ നമ്മൾ കളിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളി കളിക്കുന്നത്. പണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇവരോട് ഞാൻ കളിക്കുന്നത്. ആദ്യത്തെ കളി ഞാൻ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് രണ്ടാമത് കളിക്കാനിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ആദ്യം ആൻസി ഡോങ്കിയായി, പിന്നെ ഞാനായിരുന്നു കേട്ടോ ഡോങ്കി. ഡേവിഡും റെജും ഒരേ എക്സ്പേർട്സ് ആയിരുന്നു. അവർക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഡോങ്കി ആക്കുക എന്നതായിരുന്നു അവരുടെ ടാർഗറ്റ്. കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്ത് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരണമെന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു, കറികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കണേ ഇനി കുറേ സമയം അങ്ങനെ അങ്ങ് പോകും. അത് കാരണം നമ്മൾ ഇതിലങ്ങ് ഒതുക്കി. ഇന്നലെ കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് രാത്രി, പക്ഷേ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് ഇന്നാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്ന ഡേവിഡ് എന്ന ട്രൈപ്പോഡെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. അവസാനം ഇവർ കേക്ക് കട്ട് ചെയ്യാണ്. നമ്മൾ പറയായിരുന്നു പരസ്പരം ആദ്യം കേക്ക് കൈമാറൂ എന്നിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ആ കേക്ക് കട്ടിങ് അവസാനിച്ചത്. പിന്നെ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ എടുത്തു. ഈ ചിരിച്ച് കളിച്ചിരിക്കുന്നെങ്കിലും പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്കും ആൻസിക്കും. കുറേ റീൽസൊക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. എന്താണെന്ന് അറിയില്ല, നമ്മൾ ഇടയ്ക്ക് ടയേർഡായിപ്പോൾ, അതുകൊണ്ടായിരിക്കണം. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരുപാട് റീൽസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത്. നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. ആൻസി അങ്ങോട്ട് പോയി എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ ഒരുമിച്ച് എടുക്കാം, എന്നിട്ട് നമുക്ക് കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ദേ നമ്മൾ എടുക്കാൻ പോവുകയാണ്. 3, 2, 1. അയ്യോ ഓണാക്കിയില്ല. പിന്നെ എല്ലാവരും കേക്ക് കഴിക്കുന്ന ഒരേ ധൃതിയിലായിരുന്നു. നല്ല കേക്കായത് കാരണം നൈനു നല്ലോണം കഴിച്ചായിരുന്നു കേട്ടോ. രജുവിന് പിന്നെ വയർ ഓൾറെഡി ഫുള്ളായത് കാരണം കേക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു പീസ് കഴിക്കാമെന്ന് പറഞ്ഞു എടുത്തു. അങ്ങനെ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇനിയും വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വയറ് ഫുള്ളായി ഓൾറെഡി. അത് കണ്ട് പിന്നെ കഴിച്ചില്ല. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് കേക്കൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മുടെ കുറച്ച് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോയി. അങ്ങനെ പോകാനുള്ള സമയമായിരിക്കുകയാണ്. പിള്ളേർ ലാസ്റ്റായിട്ട് ആ സ്റ്റെപ്സിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് സംസാരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, ഇറങ്ങാൻ നേരത്തൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം മുമ്പേ ഞാനും ആൻസിയും കൂടെ ആ സ്റ്റെപ്സിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. ഓരോ ആൾക്കാരുടെ സ്ട്രഗിളും, നമ്മളിപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിങ് പീരീഡാണ്, എല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് മോട്ടിവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് അങ്ങനെ നല്ലൊരു രീതിയിലുള്ളൊരു സംഭാഷണങ്ങൾ നമ്മൾ തമ്മിൽ നടന്നായിരുന്നു. അത് മറക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ഒരു മൊമെൻറ്റ്. ഇവിടെ ഇരുന്ന് 2 ദിവസം നമുക്ക് എന്ത് പറയാൻ, നമ്മൾ കുറേ കഷ്ടങ്ങളിലും വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഡേയ്സ് എന്ന് പറയാമല്ലോ, അതുപോലെയായിരുന്നു കേട്ടോ. സോ ഐ ഷുഡ് റിയലി താങ്ക് ആൻസി ആൻഡ് ഡേവിഡ് ഫോർ ദാറ്റ്. പിന്നെ ഡെഫിനറ്റ്ലി ദൈവത്തിന് നന്ദി പറയണമല്ലോ. ചില നല്ല നല്ല ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമെങ്കിലും നേരിൽ കാണണമെങ്കിൽ അത് ദൈവം തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ കാത്തിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ചിരിച്ചോണ്ടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ഇനി ബാക്ക് ടു ഫോർട്ട് മാക്, പിന്നെ നമ്മൾ മാത്രമായിട്ടുള്ളൊരു ലോകം. ഇത് പിന്നെ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ ഇനിയും മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പരിചയപ്പെട്ട ഈ നല്ല ഫാമിലിയെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ ഇടയ്ക്ക് ഫ്യൂവൽ ഫിൽ ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.